ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. അത് ക്ലിയർ ആക്കാൻ പറ്റും. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ. ചോരുന്നുണ്ട്. അതിപ്പം നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്ന. നമുക്ക് എല്ലാരും പറയുന്നില്ല, എന്താ പറയാ, ദാനം തന്ന വീടല്ലേ, നീ എന്താണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കമന്റ്സ് വരുന്നുണ്ട്. ശരിയാ, ദാനം തന്ന അത് വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഞങ്ങൾക്കല്ല, എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തത്. അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി. മഴ പെയ്യുമ്പം ചോരുന്നുണ്ട്. അത് കുഴപ്പമില്ല, നമുക്കത് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. ബെഡ്റൂമിലൊക്കെ ലീക്ക് ഉണ്ടോ? ബെഡ്റൂമില് ഞാൻ കിടക്കുന്നിടത്തില്ല, ഋതപ്പം കിടക്കുന്നിടത്ത് ചോരുന്നുണ്ട്. ഹോളിലും ഉണ്ട്. ഹോളിൽ നന്നായിട്ടുണ്ട്, ലിവിങ്ങില്. നമസ്കാരം. ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട്, രേണു സുധി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത്, വീട് ചോരുന്നുണ്ട് എന്നുള്ളത്. സത്യത്തിൽ അതൊരു പച്ചക്കള്ളമാണ്. ആ വീട് ചോരുന്നില്ല. അത് 100 200 എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോടുകൂടെ പറയാൻ കഴിയും. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത്. സുധിയുടെ 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്തൊരു വീടാണത്. ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ ആ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട്. ആ ലൂവേഴ്സ്, സെയിം ലൂവേഴ്സ് നമ്മൾ അതിൻ്റെ സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ലൂവേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ. അത് ഹൈറ്റിലാണ് വരുന്നത്. അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക്. അത് ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല, ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത്. ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീടും നമ്മൾ സുധിയുടെ പറക്കാൻ പറ്റാത്ത 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും. പക്ഷെ ആ വീട് പണി കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി, അതേപോലെ TV ആഡ് ചെയ്യാൻ പറ്റി, അതേപോലെ കിച്ചൺ കബോർഡുകൾ, ബെഡ്റൂം കബോർഡുകൾ, ബെഡ്, ടേബിള്, ഡൈനിങ് ടേബിള്, സോഫ, TV, അതേപോലെ വാട്ടർ ഫിൽട്ടർ, വാട്ടർ പ്യൂരിഫയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ. നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക, ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു. ഇനി എൻ്റെ ഭാഗത്തുനിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഞാൻ അങ്ങനെ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭം ഒരു ശതമാനം, ഒരു നിശ്ചിത ശതമാനം ഞാനങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് തന്നെയാണ് എൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ചയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളെ കൂടുതലുള്ള പലരും ചെയ്തിട്ടുണ്ട്. വളരെ ദൂരെ നിന്നൊക്കെ വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട്, അതായത് സഹായിക്കാൻ ക്യാഷ് ഒന്നുമില്ല അവരുടെ കയ്യിൽ, പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിംഗ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട്, അതേപോലെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. അതായത് അവരുടെ അന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത്. പക്ഷെ എന്നാലും അവർ 5-10 ദിവസം അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന, അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിന്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ, അത് വല്ലാത്തൊരു വേദനയാണത്. അപ്പോഴും നമ്മൾ ആലോചിക്കും, എന്താ ഭയങ്കര ഇത്. എനിവേ, ഞാൻ കൂടുതൽ പറയുന്നില്ല. കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷണലായി പോകും. ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ ഫണ്ട് തികയാതെ, ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മളതിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ, ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും, ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല, അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും. അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു
അവർക്ക് ഭീഷണിയുടെ സ്വരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ അവർ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ ആരെ കൊണ്ടുവച്ചാൽ ചെയ്യിച്ചോളൂ, ഞങ്ങൾ ഇനി ഫണ്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അന്ന് നമ്മൾ ഈ വീട് ഇവർക്ക് കൈമാറുന്ന മാസംഘടന 1 ലക്ഷം രൂപ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ അന്നത്തെ ഹൗസ് വാമിങ്ങിന്റെ പരിപാടിയൊക്കെ അവിടെ നടത്തിയത്. നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അതിന് നിന്നിട്ടുണ്ട്. വെച്ചാൽ അവർ എത്ര ആൾക്കാരെ കരുതിയെന്ന് നമുക്കറിയില്ല. ഭക്ഷണം തികയാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവേണ്ട വെച്ചിട്ട് നമ്മൾ ഒരാൾ പോലെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം നിന്നിട്ടില്ല. പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞ് നമ്മൾ ഉച്ചയാകുമ്പോഴത്തേനും അവിടെ നിന്ന് പോരുകയും ചെയ്തു. ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിനൊന്നും ഞങ്ങൾ ഇതുവരെ അവിടെ പോവുക അവരെ ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ പിന്നെ ഈ ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം, വെള്ളം ശീതളടിക്കുന്ന സംഭവം അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 4,000 രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ ഇടിയിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കണം. അവർക്ക് മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു, അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ. അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം. നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് നമ്മളൊരു വീട്, നല്ലൊരു വീട് തന്നു, അതിന്റെ മെയിൻ്റെനൻസും ഞങ്ങൾ കൂടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് ലോക്കലായിട്ടോ മറ്റുള്ള രീതിയിലോ ചെയ്യാൻ പറ്റുന്ന മെയിൻ്റെനൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത്. പക്ഷേ ഇങ്ങനൊരു വീഡിയോ അവർ ഇടുമെന്നും നമ്മളെ സമൂഹത്തിൽ മോശക്കാരാക്കുമെന്നൊന്നും നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും ഇതിനോടുകൂടെ എനിക്ക് പറയണമെന്ന് വെച്ചാൽ ഇതോടുകൂടെ നമ്മൾ ഈ പരിപാടി നിർത്തി. ഇനി എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് വഴി എന്തെങ്കിലും പല കാര്യങ്ങൾക്കും, അസുഖത്തിന് ചികിത്സിക്കാനും അതേപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല രീതിയിൽ പല സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രൊജക്റ്റാണ്. ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് മതിയായി. എന്താ വെച്ചാൽ അത്രക്കധികം പെയിനും എഫേർട്ടൊക്കെ എടുത്തുണ്ടാക്കിയൊരു വീടാണിത്. ഇത് നമ്മൾ ചെയ്തു കൊടുത്തത് ഈ വീട് സുധിയുടെ 2 മക്കളും സുധിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ. അത് തന്നെയായിരുന്നു അവർ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവിടെ സുധിയുടെ വീട്ടുകാർ ആരും ഇല്ല. അവിടെ ഉള്ള എല്ലാം രേണുവിന്റെ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നതൊക്കെ. അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇന്നലെയും സുധിയുടെ മൂത്തമ്മനെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു, കോൺഫിഡൻഷ്യലായിട്ട് സംസാരിച്ചിരുന്നു. അവനവൻ്റെതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോൾ അതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ്. അവിടെ ആര് നിൽക്കണ്ട എന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ. പക്ഷെ സുധിയുടെ അമ്മയും സുധിയുടെ 2 മക്കളും സുധിയുടെ ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും, അത് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയും. അൺഫോർച്ചുനേറ്റ്ലി അതല്ല അവിടെ സംഭവിച്ചത്. അത് ഞാൻ അതിനകത്ത് കൂടുതലായിരുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോളോവേഴ്സിനോടാണ് പറയാനുള്ളത്, ദയവ് ചെയ്ത് എനിക്ക് വീടുണ്ടാക്കാൻ സഹായത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള സഹായത്തിനോ ആരും മെസ്സേജ് അയക്കരുത്. ഞങ്ങൾ ഇതോടുകൂടെ ഞങ്ങളുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. പിന്നെ അവിടെ ചോർച്ച ഒന്നുമില്ല. ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ശീതളടിക്കുന്നുണ്ട്. അത് അവർക്കൊരു 4,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോളികാർബണേറ്റ് ഷീറ്റ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്ന പ്രശ്നമുള്ളൂ. അവർക്ക് എന്തായാലും ഞങ്ങൾക്ക് ഇനി അതിൻ്റെ മെയിൻ്റെനൻസ് മറ്റുള്ള കാര്യങ്ങളായിട്ട് പോകാൻ പറ്റില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മറുപടിയായിട്ട് അവർ വീഡിയോ വിളിച്ചാലും എന്ത് വിളിച്ചു കഴിഞ്ഞാലും നമുക്കിതിനൊന്നും താല്പര്യമില്ല. ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ തന്നത് ഭയങ്കര വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ലിങ്ക് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ കൈയും കാര്യം പിടിച്ച് പല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് ഈവൻ ഏറ്റവും വലിയ ഉദാഹരണം പറയണേ, ഞാൻ ആദ്യമായിട്ട് സുധിയുടെ വീട് സ്ഥലം പ്ലോട്ട് നോക്കാൻ പോകുമ്പോഴാണ് എൻ്റെ വണ്ടി അതിഭീകരമായ ഒരു ആക്സിഡന്റ് കൂത്താട്ടുകുളത്ത് വെച്ച് സംഭവിച്ചത്. ഫ്രണ്ടിലും ബാക്കിലും ഇടിച്ചിട്ട് എൻ്റെ പഴയ താറ്. അങ്ങനെയൊക്കെ ഒരുപാട് പെയിനുകൾ ഉണ്ട് ഇതിൻ്റെ പുറകിൽ. അതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിവേ, നമ്മൾ ഇനി ഒരു റിസ്കിനുമില്ല, ഒന്നിനുമില്ല. നമ്മുടെ താജ് എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്, പത്തനംതിട്ടക്കാരനാണ്, മാസംഘടനയുള്ള ആളാണ്. പുള്ളിയുടെ കെയർ ഓഫിൽ നമ്മളൊരു മിമിക്രിക്കാരന് വീഡിയോ വെക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിവേ, അതെല്ലാം നമ്മൾ ഡ്രോപ്പ് ചെയ്യണം. ഇനി ഈ വക കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ആരും മെസ്സേജ് അയക്കരുത്.